Next theorem 2, unique factorization theorem or fundamental theorem of arithmetic. Every positive integer n greater than 1 can be expressed as a product of primes. This representation is unique apart from the order in which the factors occur. അതായത് ഏതൊരു പോസിറ്റീവ് ഇൻറ്റിജർ n ഗ്രേറ്റർ ദാൻ 1 ചൂസ് ചെയ്താലും ആ ഇൻറ്റിജറിനെ പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതുവാൻ സാധിക്കും. ആ പ്രൊഡക്റ്റിലുള്ള പ്രൈം നമ്പേഴ്സിൻ്റെ ഓർഡർ കൺസിഡർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ റെപ്രസെൻറ്റേഷൻ യുണീക്ക് ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പോസിറ്റീവ് ഇൻറ്റിജർ 10നെ പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് 2 × 5 എന്നും അതുപോലെ തന്നെ 5 × 2 എന്നും നമുക്ക് എഴുതാവുന്നതാണ്. അതിൽ ഫസ്റ്റ് പ്രൊഡക്റ്റിലുള്ള പ്രൈം നമ്പേഴ്സിൻ്റെ ഓർഡർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് പ്രൊഡക്റ്റ് കിട്ടുന്നതായിരിക്കും. സോ അത് രണ്ടും രണ്ടായിട്ട് കൺസിഡർ ചെയ്യേണ്ട എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് ഓർഡറിൽ ഇമ്പോർട്ടൻസ് ഇല്ല. ഇതല്ലാതെ 10നെ വേറെ പ്രൈം നമ്പേഴ്സുകളുടെ പ്രൊഡക്റ്റായിട്ട് എഴുതുവാൻ സാധിക്കുകയില്ല. അതാണ് ഇവിടെ റെപ്രസെൻറ്റേഷൻ യൂണിക് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. നമുക്ക് ഈ തിയറം പ്രൂവ് ചെയ്യാം. അതിനു വേണ്ടി ഒരു പോസിറ്റീവ് ഇൻറ്റിജർ n ഗ്രേറ്റർ ദാൻ 1 ചൂസ് ചെയ്യുന്നു. n ഒരു പ്രൈം നമ്പർ ആവാം, അതല്ലെങ്കിൽ ഒരു കോമ്പോസിറ്റ് നമ്പർ ആയിരിക്കാം. n ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും പ്രൂവ് ചെയ്യുവാനില്ല. സോ n ഒരു കോമ്പോസിറ്റ് നമ്പർ ആണെന്ന് വിചാരിക്കുക. n ഒരു കോമ്പോസിറ്റ് നമ്പർ ആയതുകൊണ്ട് ആ നമ്പറിന് n-ഉം 1-ഉം അല്ലാതെ വേറെ പോസിറ്റീവ് ഡിവൈസേഴ്സ് ഉണ്ടായിരിക്കും. So there exists an integer d satisfying d divides n and 1 less than d less than n. ഇത്തരത്തിലുള്ള പോസിറ്റീവ് ഇൻറ്റിജേഴ്സുകളുടെ സ്മോളസ്റ്റ് എലിമെൻ്റ് ആണ് p1 എന്ന് വിചാരിക്കുക. അതായത് നമ്മൾ ചൂസ് ചെയ്ത ഇൻറ്റിജർ n-ൻ്റെ 1-ഉം n-ഉം അല്ലാത്ത പോസിറ്റീവ് ഡിവൈസുകളുടെ കളക്ഷൻ. ആ കളക്ഷൻ്റെ സ്മോളസ്റ്റ് എലിമെൻ്റ് ആണ് p1 എന്ന് വിചാരിക്കുക. അത്തരത്തിലുള്ളൊരു പോസിറ്റീവ് ഇൻറ്റിജർ പോസിബിൾ ആണ്. കാരണം വെൽ ഓർഡറിംഗ് പ്രിൻസിപ്പിളിൽ പറയുന്നത് എവരി നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആസ് എ ലീസ്റ്റ് എലിമെൻ്റ് എന്നാണ്. സോ ഈ കളക്ഷന് ഒരു ലീസ്റ്റ് എലിമെൻ്റ് ഉണ്ടായിരിക്കും. അതാണ് p1 എന്ന് വിചാരിക്കുക. ദെൻ ഈ p1 ഒരു പ്രൈം നമ്പർ ആണ് എന്ന് നമ്മൾ ആദ്യം വെരിഫൈ ചെയ്യുന്നു. p1 ഒരു പ്രൈം നമ്പർ അല്ല എന്നുണ്ടെങ്കിൽ p1ന് 1-ഉം p1-ഉം അല്ലാതെ അറ്റ്ലീസ്റ്റ് 1 പോസിറ്റീവ് ഡിവൈസറെങ്കിലും ഉണ്ടായിരിക്കും. അതാണ് q എന്ന് വിചാരിക്കുക. അതായത് there exists an integer q satisfying q divides p1 and 1 less than q less than p1. q p1ൻ്റെ ഒരു ഫാക്ടറാണ്, p1 n-ൻ്റെ ഒരു ഫാക്ടറാണ്, അതിൽ നിന്നും q n-ൻ്റെ ഒരു ഫാക്ടറാണ്. പക്ഷെ അതൊരു കോൺട്രഡിക്ഷനാണ്. കാരണം p1 എന്നുള്ളത് n-ൻ്റെ 1-ഉം n-ഉം അല്ലാത്ത സ്മോളസ്റ്റ് പോസിറ്റീവ് ഡിവൈസറായിട്ടാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ q എന്നുള്ളത് ലെസ് ദാൻ p1 ആണ്, അതുപോലെ തന്നെ ഗ്രേറ്റർ ദാൻ 1-ഉമാണ്. സോ q ഡിവൈഡ്സ് n എന്നുള്ളത് ഒരു കോൺട്രഡിക്ഷനാണ്. സോ p1 ഒരു പ്രൈം നമ്പർ ആയിരിക്കും. p1 n-ൻ്റെ ഒരു ഫാക്ടർ ആയതുകൊണ്ട് n-ന് നമുക്ക് p1ൻ്റെ ഒരു ഇൻറ്റിജർ മൾട്ടിപ്ലൈ ആയിട്ട് എഴുതുവാൻ സാധിക്കും. സോ there exists some integer n1 such that n equal to p1 into n1 where 1 less than n1 less than n. അതുപോലെ p1 ഒരു പ്രൈമാണ്. n1 ഒരു പ്രൈം ആണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും പ്രൂവ് ചെയ്യുവാനില്ല. കാരണം n1 ഒരു പ്രൈം ആണെങ്കിൽ n-നെ 2 പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതുവാൻ സാധിക്കും. സോ n1 ഒരു പ്രൈം അല്ല എന്ന് വിചാരിക്കുക. n1 പ്രൈം ആണെങ്കിൽ നമ്മുടെ പ്രൂഫ് അവിടെ കഴിഞ്ഞു. n1 ഒരു പ്രൈം അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ആർഗ്യുമെൻറ്റ് നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്തു പോകുന്നു. n1 ഒരു പ്രൈം നമ്പർ അല്ല എന്നുണ്ടെങ്കിൽ n1ന് 1-ഉം n1-ഉം അല്ലാതെ അറ്റ്ലീസ്റ്റ് 1 പോസിറ്റീവ് ഡിവൈസറെങ്കിലും ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള പോസിറ്റീവ് ഡിവൈസേഴ്സുകളുടെ മിനിമമാണ് p2 എന്ന് വിചാരിക്കുക. ദെൻ p2 ഒരു പ്രൈം നമ്പർ ആയിരിക്കും. നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തതുപോലെ p2 ഒരു പ്രൈം നമ്പർ ആണെന്ന് നമുക്ക് വെരിഫൈ ചെയ്യുവാൻ സാധിക്കും. അതുപോലെ തന്നെ n1 ഈക്വൽ ടു p2 ഇൻറ്റു n2. ദെൻ n ഈക്വൽ ടു p1 ഇൻറ്റു n1. അതിൽ n1ന് പകരം p2 ഇൻറ്റു n2 എന്ന് റീപ്ലേസ് ചെയ്ത് കൊടുക്കുമ്പോൾ n ഈക്വൽ ടു p1 ഇൻറ്റു p2 ഇൻറ്റു n2 ആൻഡ് 1 ലെസ് ദാൻ n2 ലെസ് ദാൻ n1. ദെൻ n2 ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും പ്രൂവ് ചെയ്യുവാനില്ല. n-ന് നമുക്ക് 3 പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതുവാൻ സാധിക്കും. ദെൻ n2 ഒരു പ്രൈം നമ്പർ അല്ല എന്നുണ്ടെങ്കിൽ ഈ ആർഗ്യുമെൻറ്റ് വീണ്ടും കണ്ടിന്യൂ ചെയ്തു പോകുന്നു. സോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു പ്രൈം നമ്പർ p3യും അതുപോലെ തന്നെ ഒരു ഇൻറ്റിജർ n3യും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻ n2 ഈക്വൽ ടു p3 ഇൻറ്റു n3 വേർ 1 ലെസ് ദാൻ n3 ലെസ് ദാൻ n2. അതിൽ നിന്നും n ഈക്വൽ ടു p1 ഇൻറ്റു p2 ഇൻറ്റു p3 ഇൻറ്റു n3 ഇതുപോലെ നമുക്ക് കിട്ടും. n3 ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും പിന്നെ പ്രൂവ് ചെയ്യുവാനില്ല. അവിടെ പ്രൂഫ് അവസാനിക്കും. n3 ഒരു പ്രൈം നമ്പർ അല്ല എന്നുണ്ടെങ്കിൽ ഈ ആർഗ്യുമെൻറ്റ് കണ്ടിന്യൂ ചെയ്തു പോകുന്നു. സോ നമുക്ക് പോസിറ്റീവ് ഇൻറ്റിജേഴ്സുകളുടെ ഒരു ഡിക്രീസിങ് സീക്വൻസ് കണ്ടുപിടിക്കാൻ സാധിക്കും. ആ സീക്വൻസ് ഇതുപോലെ ആയിരിക്കും: n ഗ്രേറ്റർ ദാൻ n1 ഗ്രേറ്റർ ദാൻ n2 ഗ്രേറ്റർ ദാൻ എക്സെട്ര ഗ്രേറ്റർ ദാൻ 1. ഇത് പോസിറ്റീവ് ഇൻറ്റിജേഴ്സുകളുടെ ഒരു ഡിക്രീസിങ് സീക്വൻസ് ആയതുകൊണ്ട് ഈ സീക്വൻസിൽ ഫൈനൈറ്റ്ലി മെനി ടൈംസ് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. അതായത് ഈ സീക്വൻസ് ഇൻഡെഫിനിറ്റ്ലി കണ്ടിന്യൂ ചെയ്ത് പോവുകയില്ല. സോ ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റേജസിന് ശേഷം nk-1 ഒരു പ്രൈം നമ്പർ ആയിരിക്കും. അത് നമ്മൾ pk എന്ന് വിളിക്കുന്നു. സോ ഒരു ഫൈനൈറ്റ് സ്റ്റേജസിന് ശേഷം n ഈക്വൽ ടു p1 ഇൻറ്റു p2 ഇൻറ്റു p3 ഇൻറ്റു എക്സെട്ര ഇൻറ്റു pk ഇതുപോലെ നമുക്ക് എഴുതുവാൻ സാധിക്കും. വേർ p1 p2 p3 എക്സെട്ര pk ആർ ഓൾ പ്രൈംസ്
Also P1 less than or equal to P2 less than or equal to P3 less than or equal to etc less than or equal to Pk. സോ എന്നിനെ കെ പ്രൈംസിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതുവാൻ സാധിച്ചു. ഏതൊരു പോസിറ്റീവ് ഇൻറ്റിജർ ചൂസ് ചെയ്താലും ആ ഇൻറ്റിജറിനെ പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതുവാൻ സാധിക്കും എന്നാണ് നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ വെരിഫൈ ചെയ്യുവാനുള്ളത്. അത് നമ്മൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞു. ദെൻ സെക്കൻഡ് പാർട്ടിൽ നമുക്ക് വെരിഫൈ ചെയ്യുവാനുള്ളത് ഈ റെപ്രസെൻറ്റേഷൻ യൂണീക്ക് എന്നാണ്. അതായത് ഒരു പോസിറ്റീവ് ഇൻറ്റിജർ n ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതുവാൻ സാധിക്കും എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആ റെപ്രസെൻറ്റേഷൻ യൂണീക്ക് എന്നാണ് നമ്മൾ വെരിഫൈ ചെയ്യുവാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ചൂസ് ചെയ്ത ഇൻറ്റിജർ എന്നിനെ പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് മറ്റൊരു തരത്തിൽ എഴുതുവാൻ സാധിക്കും എന്ന് അസ്യൂം ചെയ്യുക. അതായത് n ഈക്വൽ ടു സം Q1 ഇൻറ്റു Q2 ഇൻറ്റു Q3 ഇൻറ്റു എക്സെട്ര ഇൻറ്റു Qm where Q1, Q2, etc. Qm are all prime numbers and Q1 less than or equal to Q2 less than or equal to etc. less than or equal to Qm. n equal to P1 into P2 into P3 into etc. into Pk. അതുപോലെ n equal to Q1 into Q2 into Q3 into etc. into Qm. അതിൽ നിന്നും P1 into P2 into P3 into etc. into Pk equal to Q1 into Q2 into Q3 into etc. into Qm. P2 into P3 into etc. into Pk ഒരു ഇൻറ്റിജർ ആയതുകൊണ്ട് Q1 into Q2 into Q3 into etc. into Qmനെ P1 ഒരു ഇൻറ്റിജർ മൾട്ടിപ്ലൈ ആയിട്ട് എഴുതുവാൻ സാധിക്കും. അതിൽ നിന്നും P1 ഈസ് എ ഫാക്ടർ ഓഫ് Q1 into Q2 into Q3 into etc. into Qm. അവിടെ Q1, Q2, Q3 etc. Qm എല്ലാം പ്രൈം നമ്പേഴ്സ് ആണ്. സോ കൊറോളറി 2 അപ്ലൈ ചെയ്യുമ്പോൾ P1 ഈക്വൽ ടു QS ഫോർ സം 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു S ലെസ് ദാൻ ഓർ ഈക്വൽ ടു M. ദെൻ Q1, Q2 എക്സെട്ര Qm എന്നുള്ളത് പ്രൈം നമ്പേഴ്സിൻ്റെ ഒരു അസെൻഡിങ് സീക്വൻസ് ആണ്. സോ P1 ഈക്വൽ ടു QS ഫോർ സം 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു S ലെസ് ദാൻ ഓർ ഈക്വൽ ടു M എന്നുള്ളതിൽ നിന്നും P1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു Q1. അതുപോലെ Q2 ഇൻറ്റു Q3 ഇൻറ്റു എക്സെട്ര ഇൻറ്റു Qm ഒരു ഇൻറ്റിജർ ആയതുകൊണ്ട് P1 ഇൻറ്റു P2 ഇൻറ്റു P3 ഇൻറ്റു എക്സെട്ര ഇൻറ്റു Pkനെ Q1 ഒരു ഇൻറ്റിജർ മൾട്ടിപ്ലൈ ആയിട്ട് എഴുതുവാൻ സാധിക്കും. അതിൽ നിന്നും Q1 ഡിവൈഡ്സ് P1 ഇൻറ്റു P2 ഇൻറ്റു P3 ഇൻറ്റു എക്സെട്ര ഇൻറ്റു Pk. അവിടെ P1, P2, P3 എക്സെട്ര Pk എല്ലാം പ്രൈം നമ്പേഴ്സ് ആണ്. സോ കൊറോളറി 2 അപ്ലൈ ചെയ്യുമ്പോൾ Q1 ഈക്വൽ ടു PR ഫോർ സം 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു R ലെസ് ദാൻ ഓർ ഈക്വൽ ടു K. അതുപോലെ P1, P2 എക്സെട്ര Pk എന്നുള്ളത് പ്രൈം നമ്പേഴ്സിൻ്റെ ഒരു അസെൻഡിങ് സീക്വൻസ് ആണ്. സോ Q1 ഈക്വൽ ടു PR ഫോർ സം 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു R ലെസ് ദാൻ ഓർ ഈക്വൽ ടു K എന്നുള്ളതിൽ നിന്നും Q1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു P1. സോ P1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു Q1 ആൻഡ് Q1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു P1. അതിൽ നിന്നും P1 ഈക്വൽ ടു Q1. സോ ഇക്വേഷൻ 1ൽ നിന്നും ഈ കോമൺ ഫാക്ടേഴ്സ് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാവുന്നതാണ്. അതുപോലെ ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ റിമൈനിങ് ഇക്വേഷൻ ഇതുപോലെ ആയിരിക്കും. P2 ഇൻറ്റു P3 ഇൻറ്റു എക്സെട്ര ഇൻറ്റു Pk ഈക്വൽ ടു Q2 ഇൻറ്റു Q3 ഇൻറ്റു എക്സെട്ര ഇൻറ്റു Qm. ദെൻ നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്ത ആർഗ്യുമെൻറ്റ് വീണ്ടും യൂസ് ചെയ്യുമ്പോൾ P2 ഈക്വൽ ടു Q2 എന്ന് കിട്ടും. ഈ കോമൺ ഫാക്ടർ ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ നമുക്കിതുപോലെ കിട്ടും. P3 ഇൻറ്റു P4 ഇൻറ്റു എക്സെട്ര ഇൻറ്റു Pk ഈക്വൽ ടു Q3 ഇൻറ്റു Q4 ഇൻറ്റു എക്സെട്ര ഇൻറ്റു Qm. ഇതുപോലെ കണ്ടിന്യൂ ചെയ്ത് പോകുക. ദെൻ K ലെസ് ദാൻ M ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്റ്റേജസിന് ശേഷം K സ്റ്റേജസിന് ശേഷമായിരിക്കും ആ ഇക്വേഷൻ ഇതുപോലെ റെഡ്യൂസ് ചെയ്യും. 1 ഈക്വൽ ടു QK പ്ലസ് 1 ഇൻറ്റു QK പ്ലസ് 2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു Qm. അതൊരു അപ്സൈഡ് ആണ്. സോ K ലെസ് ദാൻ M എന്നുള്ളത് പോസിബിൾ അല്ല. അതുപോലെ തന്നെ K ഗ്രേറ്റർ ദാൻ M എന്നുള്ളതും പോസിബിൾ അല്ല. K ഗ്രേറ്റർ ദാൻ M ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്റ്റേജസിന് ശേഷം M സ്റ്റേജസിന് ശേഷം Pm പ്ലസ് 1 ഇൻറ്റു Pm പ്ലസ് 2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു Pk ഈക്വൽ ടു 1 എന്ന് കിട്ടും. അതും ഒരു അപ്സൈഡ് ആണ്. സോ K ഈക്വൽ ടു M ആയിരിക്കും. അതുപോലെ തന്നെ P1 ഈക്വൽ ടു Q1, P2 ഈക്വൽ ടു Q2 എക്സെട്ര Pk ഈക്വൽ ടു Qk. സോ ഇൻറ്റിജർ എന്നിൻ്റെ പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ യൂണീക്കാണ്. സോ ഏതൊരു പോസിറ്റീവ് ഇൻറ്റിജർ n ചൂസ് ചെയ്താലും ആ ഇൻറ്റിജറിനെ യൂണീക്കലി പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതുവാൻ സാധിക്കും. അതാണ് നമുക്ക് ഈ തിയറത്തിൽ വെരിഫൈ ചെയ്യുവാനുണ്ടായിരുന്നത്. നെക്സ്റ്റ് ഈ തിയറത്തിൽ നിന്നും ഡയറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കൊറോളറിയാണ്. നമുക്കതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. എനി പോസിറ്റീവ് ഇൻറ്റിജർ n ഗ്രേറ്റർ ദാൻ 1 ക്യാൻ ബി റിട്ടൺ യൂണീക്കലി ഇൻ എ കാനോനിക്കൽ ഫോം n ഈക്വൽ ടു P1 റേസ് ടു K1 ഇൻറ്റു P2 റേസ് ടു K2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു PR റേസ് ടു KR where for I equal to 1, 2, 3 up to R each Ki is a positive integer and each Pi is a prime with P1 less than, P2 less than, etc. less than PR. നമ്മൾ പ്രീവിയസ് തിയറത്തിൽ അതായത് യൂണിക് ഫാക്ടറൈസേഷൻ തിയറത്തിൽ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊരു പോസിറ്റീവ് ഇൻറ്റിജർ n ഗ്രേറ്റർ ദാൻ 1 ചൂസ് ചെയ്താലും ആ പോസിറ്റീവ് ഇൻറ്റിജറിനെ പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് യൂണീക്കലി എക്സ്പ്രസ് ചെയ്യുവാൻ സാധിക്കുമെന്ന്. ആ റെപ്രസെൻറ്റേഷൻ ഇതുപോലെയായിരുന്നു. n ഈക്വൽ ടു P1 ഇൻറ്റു P2 ഇൻറ്റു P3 ഇൻറ്റു എക്സെട്ര ഇൻറ്റു Pk ഫോർ സം K where P1, P2 എക്സെട്ര Pk ആർ ഓൾ പ്രൈംസ്
with P1 less than or equal to P2 less than or equal to etc. less than or equal to Pk. ഇവിടെയുള്ള പ്രൈം നമ്പേഴ്സ് P1, P2 എക്സെട്ര Pk ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. അതായത് റിപ്പീറ്റേഷൻ പോസിബിൾ ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പോസിറ്റീവ് ഇൻറ്റിജർ 20 ചൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് 2 × 2 × 5 ഇതുപോലെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാവുന്നതാണ്. അവിടെ പ്രൈം നമ്പർ 2 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഏതൊരു പോസിറ്റീവ് ഇൻറ്റിജർ n > 1 ചൂസ് ചെയ്താലും അതിനെ പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യുവാൻ സാധിക്കുമെന്നാണ് യൂണിക് ഫാക്ടറൈസേഷൻ തിയറത്തിൽ പറയുന്നത്. ഇവിടെയുള്ള പ്രൈം നമ്പേഴ്സ് ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണമെന്നൊന്നും നിർബന്ധമില്ല. ദെൻ ഈ കൊറോളറിയിൽ പറയുന്നത് ഏതൊരു പോസിറ്റീവ് ഇൻറ്റിജർ n > 1 ചൂസ് ചെയ്താലും അതിനെ കാനോനിക്കൽ ഫോമിൽ n = P1⁻k1 × P2⁻k2 എക്സെട്ര × PR⁻kr ഈ ഒരു ഫോമിൽ എക്സ്പ്രസ് ചെയ്യുവാൻ സാധിക്കുമെന്നാണ്. അവിടെ KIകളെല്ലാം പോസിറ്റീവ് ഇൻറ്റിജേഴ്സും PIകളെല്ലാം പ്രൈം നമ്പേഴ്സ് വിത്ത് P1 ലെസ് ദാൻ P2 ലെസ് ദാൻ എക്സെട്ര ലെസ് ദാൻ PR. അതായത് ഈ എക്സ്പ്രഷനിലുള്ള പ്രൈം നമ്പേഴ്സ് P1, P2 എക്സെട്ര PR എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. അതാണ് കൊറോളറിയിൽ പറഞ്ഞിട്ടുള്ളത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 20നെ പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് 2 × 2 × 5 ഇതുപോലെ എക്സ്പ്രസ് ചെയ്യുവാൻ സാധിക്കുമെന്ന്. സോ 20യുടെ കാനോനിക്കൽ ഫോം ഇതുപോലെ ആയിരിക്കും 2⁻2 × 5. മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 72നെ പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് 2 × 2 × 2 × 3 × 3 ഇതുപോലെ എക്സ്പ്രസ് ചെയ്യുവാൻ സാധിക്കും. സോ 72ൻ്റെ കാനോനിക്കൽ ഫോം ഇതുപോലെ ആയിരിക്കും 72 = 2⁻3 × 3². ഈ എക്സ്പ്രഷനിലുള്ള പ്രൈം നമ്പേഴ്സ് ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ഇവിടെയുള്ള പ്രൈം നമ്പേഴ്സ് 2ഉം 3ഉം ആണ്. സോ ഇതാണ് ഈ കൊറോളറിയിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ഏതൊരു പോസിറ്റീവ് ഇൻറ്റിജർ n > 1 ചൂസ് ചെയ്താലും അതിന് കാനോനിക്കൽ ഫോമിൽ n = P1⁻k1 × P2⁻k2 × എക്സെട്ര × PR⁻kr ഈ ഒരു ഫോമിൽ എക്സ്പ്രസ് ചെയ്യുവാൻ സാധിക്കും. അവിടെ ഈച്ച് Ki പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. അതുപോലെ തന്നെ PIകളെല്ലാം പ്രൈം നമ്പേഴ്സ് ആണ് വിത്ത് P1 ലെസ് ദാൻ P2 ലെസ് ദാൻ എക്സെട്ര ലെസ് ദാൻ PR. അതായത് ആ പ്രൈം നമ്പേഴ്സ് എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. ഇതാണ് ഈ കൊറോളറിയിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ പ്രൂഫ് പ്രത്യേകിച്ചൊന്നുമില്ല. ഡയറക്റ്റായിട്ട് തിയറം 2-ൽ നിന്നും ഫോളോ ചെയ്യുന്നതാണ്. കാരണം തിയറം 2-ൽ ഏതൊരു പോസിറ്റീവ് ഇൻറ്റിജർ n > 1 ചൂസ് ചെയ്താലും അതിനെ പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതുവാൻ സാധിക്കുമെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ആ എക്സ്പ്രഷൻ ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കാനോനിക്കൽ ഫോം നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ ഇതിൻ്റെ പ്രൂഫ് പ്രത്യേകിച്ചൊന്നുമില്ല. ട്രിവിയലായിട്ട് ഫോളോ ചെയ്യുന്നതാണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. Express the following numbers in the canonical form. First one 360, second one 4536, third one 15435. തന്നിട്ടുള്ള പോസിറ്റീവ് ഇൻറ്റിജേഴ്സിനെ കാനോനിക്കൽ ഫോമിൽ എക്സ്പ്രസ് ചെയ്യുവാനാണ് ഈ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ പോസിറ്റീവ് ഇൻറ്റിജർ 360. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ ഒരു പോസിറ്റീവ് ഇൻറ്റിജറിനെ ഫാക്ടറൈസ് ചെയ്ത് പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതുവാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെ ഇവിടെ യൂസ് ചെയ്താൽ മതി. 360നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 360 = 2 × 2 × 2 × 3 × 3 × 5 എന്ന് നമുക്ക് കിട്ടും. അതൊന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ 360യുടെ കാനോനിക്കൽ ഫോം 2⁻3 × 3² × 5⁻1 അതായത് 2³ × 3² × 5. അതാണ് 360യുടെ കാനോനിക്കൽ ഫോം. നെക്സ്റ്റ് വൺ 4536 ആണ്. അതിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 4536 = 2 × 2 × 2 × 3 × 3 × 3 × 3 × 7 എന്ന് കിട്ടും. അതിനെ ഒന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ 4536ൻ്റെ കാനോനിക്കൽ ഫോം നമുക്ക് കിട്ടും. അതിൻ്റെ കാനോനിക്കൽ ഫോം ഇതാണ് 2⁻3 × 3⁻4 × 7. ദെൻ തേർഡ് വൺ 15435. അതിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 15435 = 3 × 3 × 5 × 7 × 7 × 7. അതൊന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ 15435ൻ്റെ കാനോനിക്കൽ ഫോം 3² × 5 × 7³. ദെൻ രണ്ട് പോസിറ്റീവ് ഇൻറ്റിജേഴ്സുകളുടെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അതായത് LCM കണ്ടുപിടിക്കുവാൻ കാനോനിക്കൽ ഫോം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 90യുടെയും 168ൻ്റെയും LCM കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കുക. 90യുടെ കാനോനിക്കൽ ഫോം ഇതാണ് 2 × 3² × 5. അതുപോലെ തന്നെ 168ൻ്റെ കാനോനിക്കൽ ഫോം ഇതാണ് 2⁻3 × 3 × 7. ഇതാണ് ഈ രണ്ട് നമ്പേഴ്സിൻ്റെയും കാനോനിക്കൽ ഫോം. ദെൻ ഈ രണ്ട് നമ്പേഴ്സിൻ്റെയും കാനോനിക്കൽ ഫോമിൽ നിന്നും നമുക്കൊരു കാര്യം മനസ്സിലാകും. ഈ രണ്ട് നമ്പേഴ്സിൻ്റെയും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ 2⁻3യുടെയും അതുപോലെ തന്നെ 3²ൻ്റെയും 5ൻ്റെയും 7ൻ്റെയും മൾട്ടിപ്പിൾ ആയിരിക്കണം. കാരണം 90യുടെയും 168ൻ്റെയും LCM ആ രണ്ട് നമ്പേഴ്സിൻ്റെയും മൾട്ടിപ്പിൾ ആയിരിക്കണം.
ഇവിടെ 90 ഈക്വൽ ടു 2 ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 5 ആൻഡ് 168 ഈക്വൽ ടു 2 ക്യൂബ് ഇൻറ്റു 3 ഇൻറ്റു 7. സോ ഈ രണ്ട് നമ്പേഴ്സിൻ്റെയും LCM 2 ക്യൂബിൻ്റെയും 3 സ്ക്വയറിൻ്റെയും 5ൻ്റെയും 7ൻ്റെയും ഒരു മൾട്ടിപ്പിൾ ആയി കഴിഞ്ഞാൽ അത് 2 ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 5ൻ്റെയും അതായത് 90യുടെയും 2 ക്യൂബ് ഇൻറ്റു 3 ഇൻറ്റു 7ൻ്റെയും അതായത് 168ൻ്റെയും ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. സോ ഈ രണ്ട് നമ്പേഴ്സിൻ്റെയും LCM 2 ക്യൂബിൻ്റെയും 3 സ്ക്വയറിൻ്റെയും 5ൻ്റെയും 7ൻ്റെയും ഒരു മൾട്ടിപ്പിൾ ആയിരിക്കണം. അതായത് രണ്ട് നമ്പേഴ്സിൻ്റെയും കാനോനിക്കൽ ഫോമിൽ നിന്നും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പ്രൈംസ് സെലക്ട് ചെയ്ത് അവയുടെ ഹയസ്റ്റ് പവർ ചൂസ് ചെയ്യുക. ഇവിടെ ഈ രണ്ട് നമ്പേഴ്സിൻ്റെയും കാനോനിക്കൽ ഫോമിൽ നിന്നും ഇവിടെയുള്ള ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പ്രൈംസ് 2, 3, 5 ആൻഡ് 7 ആണ്. 90യുടെ കാനോനിക്കൽ ഫോമിൽ 2ൻ്റെ പവർ 1 ആണ്. 168ൻ്റെ കാനോനിക്കൽ ഫോമിൽ 2ൻ്റെ പവർ 3 ആണ്. സോ ഹയസ്റ്റ് പവർ 3 ആയതുകൊണ്ട് 2 ക്യൂബ് സെലക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് പ്രൈം 3. 90യുടെ കാനോനിക്കൽ ഫോമിൽ 3യുടെ പവർ 2 ആണ്. 168ൻ്റെ കാനോനിക്കൽ ഫോമിൽ 3യുടെ പവർ 1 ആണ്. ഹയസ്റ്റ് പവർ 2 ആയതുകൊണ്ട് നമ്മൾ 3 സ്ക്വയർ സെലക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് പ്രൈം 5 ആണ്. 90യുടെ കാനോനിക്കൽ ഫോമിൽ 5ൻ്റെ പവർ 1 ആണ്. 168ൻ്റെ കാനോനിക്കൽ ഫോമിൽ 5ൻ്റെ പവർ 0 ആണ്. ഹയസ്റ്റ് പവർ 1 ആയതുകൊണ്ട് 5⁻1 അതായത് 5 സെലക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് പ്രൈം 7 ആണ്. 90യുടെ കാനോനിക്കൽ ഫോമിൽ 7ൻ്റെ പവർ 0 ആണ്. 168ൻ്റെ കാനോനിക്കൽ ഫോമിൽ 7ൻ്റെ പവർ 1 ആണ്. ഹയസ്റ്റ് പവർ 1 ആയതുകൊണ്ട് 7⁻1 അതായത് 7 സെലക്ട് ചെയ്യുന്നു. സോ ഈ രണ്ട് നമ്പേഴ്സിൻ്റെയും LCM 2 ക്യൂബിൻ്റെയും 3 സ്ക്വയറിൻ്റെയും 5ൻ്റെയും 7ൻ്റെയും ഒരു മൾട്ടിപ്പിൾ ആയിരിക്കണം. Therefore, LCM of 90, 168 equal to 2 cube into 3 square into 5 into 7 which is equal to 2520. അതായത് LCM of 90, 168 equal to 2 raised to maximum of 13 into 3 raised to maximum of 21 into 5 raised to maximum of 10 into 7 raised to maximum of 07. ഇതുപോലെ രണ്ട് നമ്പേഴ്സിൻ്റെ കാനോനിക്കൽ ഫോമിലുള്ള എക്സ്പ്രഷൻ യൂസ് ചെയ്ത് ആ രണ്ട് നമ്പേഴ്സിൻ്റെയും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ കണ്ടുപിടിക്കാവുന്നതാണ്. ജനറലായിട്ട് പറയുമ്പോൾ എയും ബിയും രണ്ട് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണെന്ന് വിചാരിക്കുക. എയും ബിയും ഗ്രേറ്റർ ദാൻ 1. ദെൻ ആ രണ്ട് ഇൻറ്റിജേഴ്സിൻ്റെയും എക്സാക്ട്ലി സെയിം പ്രൈം ബേസിസ് വരുന്ന വിധത്തിലുള്ള കാനോനിക്കൽ ഡീകമ്പോസിഷൻ കൺസിഡർ ചെയ്യുക. അതായത് രണ്ട് എക്സ്പ്രഷനിലുമുള്ള പ്രൈം നമ്പേഴ്സ് എക്സാക്ട്ലി സെയിം ആയിരിക്കണം. അത് പോസിബിളാണ്. പ്രീവിയസ് എക്സാമ്പിളിൽ അവിടെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പ്രൈം നമ്പേഴ്സ് ആയിട്ട് വരുന്നത് 2, 3, 5 ആൻഡ് 7 ആണ്. 90നെ ഈ ഒരു ഫോമിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാവുന്നതാണ്. 2 ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 5 ഇൻറ്റു 7⁻0. അതുപോലെ തന്നെ 168നെ 2 ക്യൂബ് ഇൻറ്റു 3 ഇൻറ്റു 5⁻0 ഇൻറ്റു 7⁻1 ഇതുപോലെയും എക്സ്പ്രസ് ചെയ്യാവുന്നതാണ്. അതായത് ആ രണ്ട് നമ്പേഴ്സുകളുടെയും ഡീകമ്പോസിഷനിൽ എക്സാക്ട്ലി സെയിം പ്രൈംസ് വരുന്ന വിധത്തിൽ അറേഞ്ച് ചെയ്യുക. അതിലുള്ള ചില പ്രൈംസുകളുടെ പവർ 0 ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോസിബിളാണ്. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ജനറലായിട്ട് പറയുമ്പോൾ എയും ബിയും ഗ്രേറ്റർ ദാൻ 1 ആയിട്ടുള്ള രണ്ട് ഇൻറ്റിജേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എയുടെ കാനോനിക്കൽ ഡീകമ്പോസിഷൻ ഇതുപോലെയാണെന്ന് അസ്യൂം ചെയ്യുക. എ ഈക്വൽ ടു P1 raised to A1 ഇൻറ്റു P2 raised to A2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു Pn raised to An. അതുപോലെ തന്നെ ബിയുടെ ഡീകമ്പോസിഷൻ ബി ഈക്വൽ ടു P1 raised to B1 ഇൻറ്റു P2 raised to B2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു Pn raised to Bn where AI, BI greater than or equal to 0. ചില കേസിൽ AI equal to 0 ആയിരിക്കും, BI equal to 0 ആയിരിക്കും. ഇതുപോലെ രണ്ട് പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെയും കാനോനിക്കൽ ഡീകമ്പോസിഷൻ കണ്ടുപിടിക്കുക. അതിനുശേഷം LCM of AB equal to P1 raised to maximum of A1 B1 into P2 raised to maximum of A2 B2 into etc into Pn raised to maximum of An Bn. ഇതുപോലെ ആ രണ്ട് നമ്പേഴ്സിൻ്റെയും LCM കണ്ടുപിടിക്കാവുന്നതാണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫൈൻഡ് ദി കാനോനിക്കൽ ഫോം ഓഫ് ഫസ്റ്റ് വൺ 1234, സെക്കൻഡ് വൺ 36,000. തന്നിട്ടുള്ള നമ്പേഴ്സിൻ്റെ കാനോനിക്കൽ ഫോം കണ്ടുപിടിക്കാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് 1234. അതിന് പ്രൈം ഫാക്ടറൈസേഷൻ നടത്തുമ്പോൾ 1234 ഈക്വൽ ടു 2 ഇൻറ്റു 617 എന്ന് കിട്ടും. ഇതിലുള്ള പ്രൈം നമ്പേഴ്സ് ഡിസ്റ്റിങ്ക്റ്റ് ആയതുകൊണ്ട് അത് തന്നെയാണ് അതിൻ്റെ കാനോനിക്കൽ ഫോം. സെക്കൻഡ് വൺ 36,000. അതിന് പ്രൈം ഫാക്ടറൈസേഷൻ നടത്തുമ്പോൾ 36,000 ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5. അതൊന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ 36,000ൻ്റെ കാനോനിക്കൽ ഫോം ഇതുപോലെ കിട്ടും. 2 raised to 5 ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 5 ക്യൂബ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി LCM ഓഫ് 735 ആൻഡ് 585 യൂസിങ് കാനോനിക്കൽ ഫോം.
തന്നിട്ടുള്ള രണ്ട് നമ്പേഴ്സിൻ്റെയും LCM കാനോനിക്കൽ ഫോം യൂസ് ചെയ്ത് കണ്ടുപിടിക്കുവാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം 735ൻ്റെ കാനോനിക്കൽ ഡീകമ്പോസിഷൻ നമുക്ക് കണ്ടുപിടിക്കാം. 735 ഈക്വൽ ടു 3 × 5 × 7 സ്ക്വയർ. അതുപോലെ തന്നെ 585 ഈക്വൽ ടു 3 സ്ക്വയർ × 5 × 13. ദെൻ ഈ രണ്ട് ഡീകമ്പോസിഷനിലുമുള്ള ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പ്രൈം നമ്പേഴ്സ് 3, 5, 7 ആൻഡ് 13. ഈ 4 പ്രൈം നമ്പേഴ്സും വരുന്ന വിധത്തിൽ ഈ രണ്ട് നമ്പേഴ്സിൻ്റെയും ഡീകമ്പോസിഷൻസ് നമുക്കിതുപോലെ എഴുതാവുന്നതാണ്. 735 ഈക്വൽ ടു 3 × 5 × 7 സ്ക്വയർ × 13^0. അതുപോലെ തന്നെ 585 ഈക്വൽ ടു 3 സ്ക്വയർ × 5 × 7^0 × 13. ദെൻ ആദ്യത്തെ ഡീകമ്പോസിഷനിൽ 3ൻ്റെ പവർ 1, 5ൻ്റെ പവർ 1, 7ൻ്റെ പവർ 2, 13ൻ്റെ പവർ 0. സെക്കൻഡ് ഡീകമ്പോസിഷനിൽ 3യുടെ പവർ 2, 5ൻ്റെ പവർ 1, 7ൻ്റെ പവർ 0, 13ൻ്റെ പവർ 1. സോ LCM ഓഫ് 735, 585 ഈക്വൽ ടു 3 raised to maximum of 12 into 5 raised to maximum of 11 into 7 raised to maximum of 20 into 13 raised to maximum of 10. അതായത് which is equal to 3 square into 5 into 7 square into 13, which is equal to 28,665. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി LCM ഓഫ് 32 ആൻഡ് 968. ആദ്യം ആ രണ്ട് നമ്പേഴ്സിൻ്റെയും ഡീകമ്പോസിഷൻ കണ്ടുപിടിക്കാം. കാനോനിക്കൽ ഫോമിലുള്ള ഡീകമ്പോസിഷൻ കണ്ടുപിടിക്കാം. 32 ഈക്വൽ ടു 2 raised to 5. അതുപോലെ തന്നെ 968 ഈക്വൽ ടു 2³ × 11 സ്ക്വയർ. ഇവിടെയുള്ള ഡിസ്റ്റിങ് പ്രൈംസ് 2ഉം 11ഉമാണ്. സോ 32നെ നമുക്കിതുപോലെ എഴുതാവുന്നതാണ്. 2 raised to 5 × 11^0. അതുപോലെ 968 ഈക്വൽ ടു 2³ × 11 സ്ക്വയർ. ദെൻ LCM ഓഫ് 32, 968 ഈക്വൽ ടു 2 raised to maximum of 53 into 11 raised to maximum of 02. അതായത് 2 raised to 5 × 11 സ്ക്വയർ which is equal to 3872. അതാണ് ആ രണ്ട് നമ്പേഴ്സിൻ്റെയും LCM.